നമ്മൾക്ക് ദൈവത്തിൽ നിന്നൊരു പ്രവചന ശബ്ദത്തിന് വേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21 ജോൺ ചാപ്റ്റർ 21 അതിന്റെ 9 വേഴ്സ് നമ്പർ 9. യോഹന്നാൻ സുവിശേഷം 21:9. When they got there, they found breakfast waiting, fish cooking over a charcoal fire and some bread. Hallelujah. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനൽ കൂട്ടിയിരിക്കുന്നത്, അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പലവർക്കും ഇതൊരു പരിചയമുള്ളൊരു ഭാഗമാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് എന്തോ എന്ന് കർത്താവ് ശ്രദ്ധിക്കാം. ഈ യോഹന്നാൻ 21 വരുമ്പം യേശു കർത്താവ് മരിച്ചു, യേശു കർത്താവ് അടക്കപ്പെട്ടു. എന്നിട്ട് യേശു പലവർക്കും പ്രത്യക്ഷനായി. പല ശിഷ്യന്മാരുടെ ഇടയിലും പലവരുടെ ഇടയിലും യേശു വന്നെല്ലാം കഴിഞ്ഞു. പക്ഷേ പത്രോസും പക്ഷേ പത്രോസും യോഹന്നാനും മറ്റു ശിഷ്യന്മാരും എല്ലാം യേശു കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന് യേശു ചെയ്യാവുന്ന എല്ലാ അത്ഭുതങ്ങളും അവരുടെ മുൻപിൽ കാണിച്ചു. എല്ലാവരും കണ്ടു. യേശുവിനെ അകം പുറം അവരറിഞ്ഞു. എല്ലാം രാജ്യം ഭരിക്കും. അവര് കുറെ കാര്യങ്ങളൊക്കെ അവര് മനുഷ്യതലത്തിൽ കുറെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ അതെല്ലാം പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് യേശു പോയി. ഹല്ലേലൂയ. ഇനി ഇവർക്ക് പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല. ഇവര് പഴയ തൊഴില് മീൻപിടുത്തത്തിന്റെ പുറകെ അവര് പോകുക. അല്ല, ഇവരും പോയി മീൻ പിടിക്കാൻ ചെന്ന് രാത്രി മൊത്തം, വചനം പറയുന്നു, രാത്രി മൊത്തം അവര് അധ്വാനിച്ചു. 21 3 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവര് രാത്രി മൊത്തം അവർക്ക് ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും കിട്ടാതെ വന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ദാണ്ട് അവർക്ക് പരിചയമുള്ളൊരു ശബ്ദം അവരോട് ചോദിക്കുക, സഹോദരന്മാരെ, നിങ്ങൾക്ക് കിട്ടിയോ? പല ട്രാൻസ്ലേഷൻസിനകത്ത് 5 കിടക്കുന്നത് മക്കളെ മക്കളെ നിങ്ങൾക്ക് വല്ല മീൻ കിട്ടിയോ? ഹല്ലേലൂയ. ചിലടത്ത് ചോദിക്കും, ഫെലോസ്, ഹാവ് യു കോട്ട് എനി ഫിഷ്? കൂട്ടുകാരെ, നിങ്ങൾക്ക് വല്ലോ കിട്ടിയോ? നിങ്ങൾക്ക് വല്ല മീൻ കിട്ടിയോ? അപ്പം ഇത് കേട്ടപ്പം പലവരുടെ അകത്ത്, ആ ശിഷ്യന്മാരുടെ അകത്ത് പലന്ന് വെച്ചാല് കുറെ നാളുകൾക്ക് മുമ്പ്, ഒരു 3.5 വർഷക്കാലം മുമ്പ്, ഹല്ലേലൂയ, അവര് ശൂന്യമായ ഒരു പടകിനകത്ത് ഇരിക്കുമ്പോ, സ്തോത്രം, അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളല്ലേ യേശു അവരോട് പറയുക, നിങ്ങള് വലത്ത് വശത്തോട്ട് വല വീശ്. കണ്ടോ? 6 വല വീശ്. കണ്ടോ? 6 നിങ്ങൾ വലത്ത് വശത്തോട്ട് വല വീശ്, നിങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടും. അതിനകത്ത് കുറച്ച് പേരെങ്കിലും അവരൊരു 3.5 വർഷക്കാലം മുമ്പുള്ളത് ഓർത്ത് കാണും. രാത്രി മൊത്തം അധ്വാനിച്ചതാ ഗുരു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞില്ലേ, അത് ഞങ്ങള് വല വീശി അവർ അത്ഭുതകരമായി മീൻ പിടിച്ചു. സ്തോത്രം. ആ പത്രോസ് വീണ്ടും ഇത് കണ്ടപ്പോ ഓർത്ത് കാണും, ഇതേപോലൊരു 3.5 വർഷക്കാലം സംഭവിച്ചല്ലോ. അന്ന് രാത്രിയിലും ഞാൻ അധ്വാനിച്ചല്ലോ, അന്നും എനിക്കൊന്നും കിട്ടിയില്ല. അന്നും എൻ്റെ പടകിൽ കയറി ഒരുവനിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്ന് അപ്പുറത്തോട്ട് വല വീശ്. ഞാൻ വല വീശി, എനിക്ക് മീൻ കിട്ടി. ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ വന്ന് നിൽക്കുമ്പോ, രാത്രി മൊത്തം അധ്വാനിച്ച് ശൂന്യമായ പടകിനകത്ത് പുറകിൽ നിന്നാണ്ട് ഒരുത്തൻ പറയുന്നു, ഒന്ന് വരിയോ, വീണ്ടും സംഭവിക്കുന്നു. ഹല്ലേലൂയ. എന്തൊരു അത്ഭുതമാ അല്ലേ? നമ്മൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. ഒരു കാര്യം പറയട്ടെ, ഹി ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. ഹല്ലേലൂയ. വീണ്ടും നമുക്കൊരു അവസരം തരുന്ന ഒരു കർത്താവാ എൻ്റെ ദൈവം. ഹല്ലേലൂയ. വീണ്ടും അവസരം കൊടുക്കുക അവർക്ക്. അവരുടെ ജീവിതം ഒന്നും കൂടെ പണിതെടുക്കാനായിട്ട് ദൈവം അവർക്ക് അവസരം കൊടുക്കുക. സ്തോത്രം. അന്ന് ലൂക്കാ സുവിശേഷം 5 3.5 വർഷക്കാലം മുമ്പ് ഉണ്ടായതുപോലെ തന്നെ
മുന്നേ ദേണ്ട് കർത്താവ് ഇവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. അന്ന് ലൂക്കാസ് വിശേഷം 5-ാം അധ്യായത്തിനകത്തും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിരുന്നു ഇവര് രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് ഒന്നും പിടിക്കാഞ്ഞിട്ട് വചനം എഴുതി വെച്ചിരിക്കുക, അവര് വല കഴുകുമായിരുന്നു. ഒന്നും പിടിക്കാഞ്ഞിട്ട്, ഒന്നും കിട്ടാഞ്ഞിട്ട്, അവരുടെ വലയ്ക്കകത്ത് ഒന്നും, ഒരു ചെറിയ മീൻ പോലും കയറി വന്നില്ല. ഹല്ലേലൂയ. അന്നും അവര് ഒന്നുമില്ലാത്തടത്ത് വല കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു. സ്തോത്രം. ആ ശൂന്യമായ പടകിനകത്ത് യേശു ഇരുന്ന് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് അന്ന് പറഞ്ഞു, വല വീശാൻ പറഞ്ഞു. ഇന്നും ദേണ്ട ഒന്നുമില്ലാതിരുന്നിടത്ത് കർത്താവ് അവരോട് പറയാ, വല വീശ്. ഹല്ലേലൂയ. വാക്യത്തിനകത്ത് അവര് കുറെ മീൻ പിടിച്ചു. യോഹന്നാൻ സുവിശേഷം 21:6 അവര് കുറെ മീൻ പിടിച്ചു. ഹല്ലേലൂയ. താഴോട്ട് ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ പത്രോസിനെ തിരിച്ചറിഞ്ഞു ഇത് യേശുവാണെന്ന്. അപ്പം പത്രോസ് വെള്ളത്തിനകത്ത് ചാടി യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. ഇവരവിടെ ചെല്ലുമ്പോ ആ 9-ാം വാക്യ നമ്മൾ വായിച്ചത്. അവരവിടെ ചെല്ലുമ്പം യേശു അവർക്ക് മീൻ ചുട്ടതും അപ്പവും അവിടെ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവര് പിടിക്കാത്ത മീൻ അവിടെ ചുട്ടുവെച്ചിട്ടുണ്ട്. ഇവരുണ്ടാക്കാത്ത അപ്പം എൻ്റെ കർത്താവ് അവിടെ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് യേശു അവരോട് പറയാ, 10-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾ പിടിച്ച കുറച്ച് മീൻ കൊണ്ടുവാ. ഹല്ലേലൂയ. സ്തോത്രം. യേശു ഇവര് കൊണ്ടുവന്ന മീനല്ല ഇവർക്ക് ചുട്ടുകൊടുത്തത്. എന്താ വെച്ചാൽ ഇവരവിടെ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് ചുട്ട മീനും അപ്പവും അവിടെ വെച്ചിട്ടുണ്ട്. 10-ാം വാക്യത്തിൽ യേശു അവരോട് പറയാ, ഇനി നിങ്ങൾ പിടിച്ച മീൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഹല്ലേലൂയ. നമ്മൾ കൊടുക്കുന്നതും കൊണ്ടല്ല കർത്താവ് എന്തേലും ചെയ്യുന്നത്. എൻ്റെ ദൈവത്തിന് ഒരു സ്രോതസ് ഉണ്ട്. എൻ്റെ ദൈവത്തിന് ഒരു ഉറവയുണ്ട്. എൻ്റെ ദൈവം ഹീസ് എ പ്രൊവൈഡർ. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം പറയുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവത്തില്ല. എന്താന്ന് വെച്ചാൽ ഹല്ലേലൂയ, ഉറവയുടെ കൂടെ ഞാൻ നടന്നാൽ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവത്തില്ല. ഹല്ലേലൂയ. നല്ല ഇടയനായ കർത്താവിന്റെ കൂടെ ഞാൻ നടന്ന എനിക്ക് ഒരിക്കലും ഒരു മുട്ടും ഉണ്ടാവത്തില്ല. അല്ലെ? 23-ാം സങ്കീർത്തനം ഹല്ലേലൂയ 1-ാം വാക്യം പറയുന്നു, the Lord is my shepherd, I shall not want. ഹല്ലേലൂയ. കർത്താവിന്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞേ. ഒന്നിനും മുട്ടുണ്ടാവത്തില്ല. ഒന്നിനും, ഒരു സംഭവത്തിനും, ഒരു കാര്യത്തിനും. ഹല്ലേലൂയ. ഇവർക്ക് രണ്ടാമതൊരു അവസരം കൊടുക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഇവർക്ക് ഭക്ഷിക്കേണ്ട ആഹാരവും അവിടെ ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ഇവരോട് പറയുന്നേ, നിങ്ങൾ ഇപ്പം പിടിച്ച മീൻ ഇങ്ങോട്ട് കൊണ്ടുപോവുക. സ്തോത്രം. ഹല്ലേലൂയ. 12-ാം വാക്യത്തിൽ പറയുന്നു, യേശു ഇവരോട് പറയാ, ഇനി ഇരുന്ന് നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിക്ക്. ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നിങ്ങളൊന്ന് ഹല്ലേലൂയ. യുഗങ്ങൾക്ക് മുമ്പ്, ഞാൻ പറയാം, നമ്മള് ജനിക്കുന്നതിന് മുമ്പേ, നമ്മുടെ അപ്പനും അമ്മയും ജനിക്കുന്നതിന് മുമ്പേ കർത്താവ് നമ്മളുടെ 1000 തലമുറകൾക്ക് വേണ്ടി ഓൾറെഡി കരുതി വെച്ചിട്ട് നമ്മളെയൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, നമ്മൾ വിശ്വാസത്താൽ ഒന്ന് കരം നീട്ടി നമ്മള് എടുത്താൽ മാത്രം മതി. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മള് കരം നീട്ടി എടുത്താൽ മതി. ഹല്ലേലൂയ. സ്വർഗം നമുക്ക് വേണ്ടി അനേക കാര്യങ്ങള് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇല്ലാത്തടത്തുനിന്ന് ഹല്ലേലൂയ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ. ഞാൻ വിശ്വസിക്കുന്നു, വചനമില്ലാത്തടത്തുനിന്ന് ചിലതിനെയൊക്കെ വിളിച്ചു വരുത്തി ഒരു മകനെ കൊടുത്തു. ഹല്ലേലൂയ. ശൂന്യമായി പോയ ഉദരത്തിനകത്ത് കുഞ്ഞിനെ കൊടുത്തു. ഹല്ലേലൂയ. വചനം പറയുന്നു, അബ്രഹാമിന്റെ ഭാര്യയുടെയും ശരീരം നോക്കിയാൽ അവിടെ ഇനി ഒന്നുമില്ല. പക്ഷെ രണ്ടാമത് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുന്ന ദൈവം. ചാൻസസ്. ഹല്ലേലൂയ. നമ്മുടെ പഴയ നിയമം, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വരുമ്പം, സ്തോത്രം, ദൈവം ഇവരെ വന്ന് സന്ദർശിക്കുന്നുണ്ട്. ദൈവം ഇവരെ വന്ന് സന്ദർശിച്ചിട്ട് ഹല്ലേലൂയ ഇവരോട് വാഗ്ദത്തം പുതുക്കുക. ഇവരോട് പറയുവാണ്, നിങ്ങൾ അടുത്ത വർഷം ഈ സമയം ഇവരോട് പറയുവാണ്, നിങ്ങൾ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഉണ്ടാകും. അല്ലെ? നിങ്ങൾക്കൊരു കുഞ്ഞ് തരും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം
അല്ലേ? അവിടെ ശൂന്യതയാ, അവിടെ ഒന്നുമില്ല. ഈ ശിഷ്യന്മാര് അനുഭവിച്ചതുപോലെ ഒരു ശൂന്യത അവിടെ അബ്രഹാമിനും സാറയ്ക്കും ഉണ്ടായി. ഹല്ലേലൂയ. ശിഷ്യന്മാര് യേശു കർത്താവ് മരിച്ചു പോയി കഴിഞ്ഞപ്പം അവരുടെ ജീവിതം മൊത്തം ശൂന്യമായി. ഇത്രയും നാള് 3.5 വർഷക്കാലം അവര് കർത്താവിന്റെ കൂടെ നടന്ന് അവർക്ക് ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഉണ്ടാവട്ടെ എന്ന് കൊടുക്കണമെന്ന് പറയുമ്പോൾ മീന്റെ വായിക്കകത്തുനിന്ന് ദാണ്ട് പണം കൊടുക്കുമായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. അവർ യേശുവിന്റെ കൂടെ നടന്നപ്പോൾ അവർക്ക് ഒന്നും ഒരു അലച്ചിലുമില്ലായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു. പക്ഷെ ഇത് യേശു പോയി കഴിഞ്ഞപ്പോൾ അവര് ശൂന്യത ഫേസ് ചെയ്ത്, അവർക്കൊന്നുമില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം വന്നിട്ടും സാറയോടും പറയുവാണ്, നിങ്ങൾക്ക് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഒരു കുഞ്ഞിനെ തരും. 10-ാം വാക്യം, ഉൽപ്പത്തി 18:10. I will return to you about this time next year, and your wife Sarah will have a son. ആ വാക്യത്തിനകത്ത് സേറ ഇത് കേട്ടോണ്ടിരുന്നിട്ട് സേറ ചിരിക്കുക. അബ്രഹാമും സേറയും അബ്രഹാമും സേറയും ഒരുപാട് വയസ്സായി. 11-ാം വാക്യം പറയുന്ന, Abraham and Sarah were both very old by this time, and Sarah was long past the age of having children. കണ്ടോ? എബ്രഹാമും സേറയും ഒന്നുമില്ലെന്നേ, ശൂന്യമായി അവരവിടെ ഇരിക്കുക, വട്ടപൂജ്യമായ വാക്യത്തിനകത്ത് സേറയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. സേറ ചിരിക്കുക. ഞാനും എൻ്റെ ഭർത്താവ് എങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാണ്, ശൂന്യതയ്ക്കകത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നാണോ ഇവര് വന്നിട്ട് പറയുന്നത് അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന്. പക്ഷേ ദേ ഹല്ലേലൂയ, നമ്മള് മുന്നോട്ട് പോയി. സ്തോത്രം. അതിന്റെ 20-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോ ഈ സാറയെ കണ്ടിട്ട് ഒരു അബിമേലെക്ക് രാജാവിന് അങ്ങ് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. സേറയെ തന്റെ ഭാര്യയാക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. എവിടെ? 18-ാം അധ്യായത്തില് ശരീരം മൊത്തം ജീർണിച്ചു പോയി, വയസ്സായി പോയി, ശൂന്യതയായി പോയ ഹല്ലേലൂയ അബ്രഹാമും സാറയും ഒരു വാഗ്ദത്തം കേട്ടു. അവര് കേട്ടു അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു മകനെ കിട്ടുമെന്ന്, നിങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കുമെന്ന്. ഈ വാഗ്ദത്തം പറഞ്ഞത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. എല്ലാത്തിനെയും ശൂന്യതയ്ക്കകത്തുനിന്ന് വിളിച്ചു വരുത്തിയ ദൈവമാണ് ഇവരോട് വാഗ്ദത്തം പറഞ്ഞത്. ഇവരോട് വാഗ്ദത്തം പറഞ്ഞു പോയ ദൈവം, ഹി ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. വീണ്ടും അവസരം കൊടുക്കുന്ന ഒരു ദൈവമാ ഇവരോട് വാഗ്ദത്തം പറഞ്ഞത്. ഹല്ലേലൂയ. ഇവർ ഈ വാഗ്ദത്തം കേട്ട് കഴിഞ്ഞപ്പം ഹല്ലേലൂയ 20-ാം അധ്യായത്തിൽ വന്നപ്പം അബിമേലെക്ക് രാജാവിന് സാറയോട് ഇഷ്ടം തോന്നണമെന്നുണ്ടെങ്കിൽ സാറ വീണ്ടും യൗവനക്കാരിയായി പോയി. ഹല്ലേലൂയ. സാറയുടെ ശരീരം വീണ്ടും യൗവനമായി പോയി കാണും. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുകൂടെ ഉണ്ടാക്കി കൊടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 21-ാം അധ്യായം വരുമ്പോ നമ്മൾ കാണുന്നു സാറ താണ്ടൊരു മകനെ പ്രസവിച്ചു. ഇസഹാക്ക് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരു മകനെ ദൈവം കൊടുത്തു. വാഗ്ദത്ത സന്തതിയെ ദൈവം കൊടുത്തു. ഒന്നുമില്ലാത്തതിനകത്തുനിന്ന് ദൈവത്തിന് ചിലതൊക്കെ വിളിച്ചു വരുത്താം. അതാ നമ്മൾ ഈ 21-ാം അധ്യായത്തിനകത്ത് കാണുമ്പോൾ ഹല്ലേലൂയ പത്രോസും യോഹന്നാനും കൂട്ടുകാരും ശൂന്യതയ്ക്കകത്ത് പോയി, അവരവരുടെ സാഹചര്യത്തിനകത്ത് പോയി, അവർ മീനിനെ പിടിക്കാൻ പോയി. പക്ഷെ ദൈവത്തിന് ഇവർക്ക് വീണ്ടും ഒരു അവസരം കൂടെ കൊടുക്കണമായിരുന്നു. ഇവരുടെ ജീവിതത്തിനെ ഒന്നും കൂടെ ദൈവത്തിന് പണിതെടുക്കണമായിരുന്നു. ഇവരെ വിളിച്ച വിളിക്കകത്തേക്ക് വീണ്ടും ഇവരെ ഒന്ന് കയറ്റി നിർത്തണമായിരുന്നു. തൻ്റെ വിളി എന്തുവാണെന്ന് പോലും തിരിച്ചറിയാൻ മേലാത്ത പത്രോസിനെ കർത്താവിന് തിരിച്ചൊന്ന് പിടിക്കണമായിരുന്നു. ഹല്ലേലൂയ. പത്രോസിനെ അന്ന് കർത്താവിനോട് പറഞ്ഞു, അന്ന് ദൈവത്തിനോട് യേശുവിനോട് പത്രോസ് പറഞ്ഞു, എനിക്കറിയാം നീ ആരാണെന്ന്, നീ മിശിഹയാണ്, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞ പത്രോസിനെ കൊണ്ട് ദൈവത്തിന് ചിലതൊക്കെ ചെയ്തെടുക്കണമായിരുന്നു. തൻ്റെ വിളി എന്തുവാണെന്ന് അറിയാൻ മേലാതെ പോയ പത്രോസിന് ദൈവത്തിന് വീണ്ടും സെക്കൻഡ് ചാൻസസ്. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞ് വീണ്ടും അവസരങ്ങൾ തരുന്ന ഒരു കർത്താവ്, എന്നെ തള്ളിക്കളയാതെ, എന്നെ ഉപേക്ഷിക്കാതെ, എന്നെ വിട്ടുകളയാതെ, എൻ്റെ ദൈവം ഉദ്ദേശിച്ച് എൻ്റെ പദ്ധതിക്കകത്തേക്ക് കയറ്റി നിർത്തുന്ന ഒരു ദൈവമായി ഇത്. ഹല്ലേലൂയ. അവൻ ഇട്ടേച്ചു പോയെങ്കിലും
പത്രോസ് ഇട്ടേച്ചു പോയെങ്കിലും പത്രോസിനെ തള്ളിക്കളഞ്ഞില്ല എൻ്റെ ദൈവം. വീണ്ടും അവന്റെ പിന്നാലെ ചെന്ന് അവനെ പിടിച്ചെടുത്തു. ഹല്ലേലൂയ. വീണ്ടും ഒരു അത്ഭുതം ചെയ്തു. സ്തോത്രം. പണ്ട് നടന്ന അതേ അത്ഭുതം വീണ്ടും ചെയ്തെടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. അത് മാത്രമല്ല, ഇവര് എല്ലാരും കൂടെ കരയ്ക്ക് ചെന്നപ്പം അവര് കാണുന്നു ഇവരുടെ മീനൊന്നും അല്ല യേശു അവിടെ ചുട്ടുവെച്ചത്. യേശു എവിടുന്നോ ഉയരത്തിൽ നിന്നുള്ള സ്രോതസ് തുറന്നിട്ട് ഇവർക്ക് വേണ്ടി അപ്പവും മീനും ചുട്ടുവെച്ച് ഇവരെ വയറ് നിറച്ച് പോഷിപ്പിച്ചു വിട്ടു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൈവം തന്റെ ഈ ഭൂമിയെ സൃഷ്ടിച്ചു. സ്തോത്രം. ഇന്ന് എനിക്ക് വേണ്ടി എങ്ങനെ ആ ജോലി വരും, എനിക്ക് വേണ്ടി എങ്ങനെ അത് നടക്കും, എനിക്ക് വേണ്ടി എങ്ങനെ ഇത് സംഭവിക്കും എന്നിരിക്കുമ്പോ ഇങ്ങനെ തന്നെ ചിന്തിക്കണം. ഒന്നുമില്ലാത്തടത്തുനിന്ന് എൻ്റെ ദൈവം അവരെ വിളിച്ചിട്ട് അപ്പവും മീനും കൊടുത്ത് അവരെ വയറ് നിറപ്പിച്ചത്. ഒന്നുമില്ലാത്തടത്തുനിന്ന് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. ഈ ലോകത്തിനെ ഒന്ന് നോക്കുമ്പോൾ തിരിച്ചറിയണം, ശൂന്യതയ്ക്കകത്തുനിന്ന് എൻ്റെ ദൈവം ഈ ഭൂമിയെ പണിതത്. ഹല്ലേലൂയ. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, എങ്ങനെയാ ഞാൻ ടാക്സ് കൊടുക്കേണ്ടത്? അവര് പുറത്ത് വന്ന് നിന്നിട്ട് അവര് പറഞ്ഞു, യഹൂദന്മാര് പറഞ്ഞു ടാക്സ് കൊടുക്കണമെന്ന്. യേശു പത്രോസിനോട് പറഞ്ഞു ടാക്സ് കൊടുക്കണമെന്ന്. യേശു പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ മീൻ പിടിക്കാൻ പോയിട്ട് ആദ്യം വരുന്ന മീനിനെ പിടിച്ചിട്ട് അതിന്റെ വായൊന്ന് തുറന്നു നോക്ക്. അതിന്റെ വായിക്കകത്ത് 2 ദ്രഹ്മപ്പണം കിട്ടും. ഒരു പണം എനിക്കും ഒരു പണം നിനക്കും. ഇത് കൊണ്ടുപോയി അടയ്ക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മീൻ എവിടുന്നോ മീൻ വിഴുങ്ങിയതാ 2 ദ്രഹ്മപ്പണം. ആ ദ്രഹ്മപ്പണം യേശു കർത്താവ് അതിനെ പൊക്കിക്കൊണ്ടെന്നു. സ്തോത്രം. അത് വിഴുങ്ങിയ ദ്രഹ്മപ്പണം അത് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി, അത് പത്രോസിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുമില്ലായ്മയ്ക്കകത്ത് നിങ്ങൾക്കും എനിക്കും തീർന്നു, ഇനി എങ്ങനെ മുന്നോട്ടെന്ന്. പക്ഷെ എൻ്റെ ദൈവമോ ഹല്ലേലൂയ സകലതും നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കർത്താവ്. നിങ്ങളും ഞാനും ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ മറുപടി എൻ്റെ കർത്താവിന്റെ കയ്യിലുണ്ട്. അതിന്റെ മറുപടി അവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മളൊന്ന് കരം നീട്ടി എടുത്താൽ മതി. അതിന്റെ മറുപടി അവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മളൊന്ന് കരം നീട്ടി എടുത്താൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമും സാറയും വാഗ്ദത്തം കേട്ട് കഴിഞ്ഞ് ഇതൊരു വേറൊരു ഭാഗത്തേക്ക് കേറുക. അബ്രഹാമും സാറയും വാഗ്ദത്തം 25 വർഷം മുമ്പ് കേട്ട് കഴിഞ്ഞ് വാഗ്ദത്തം എല്ലാം പോയി കഴിഞ്ഞു. അതൊന്നും നടന്നില്ല. വർഷക്കാലം മുന്നോട്ട് നീങ്ങി. അവര് വയസ്സായി. അവരുടെ ശരീരമെല്ലാം ശൂന്യമായി പോയി. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ നോക്കിയാൽ ഹല്ലേലൂയ, അവരുടെ അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും വെളിപ്പെടാതെ നമ്മൾ പറയും പിശാച് അവരുടെ നന്മയെല്ലാം വിഴുങ്ങിക്കൊണ്ട് പോയെന്ന്. ഹല്ലേലൂയ. നമ്മൾ പറയും വെട്ടിക്കിളിയും തുള്ളനും എല്ലാം അവർക്ക് വെളിപ്പെടേണ്ട അനുഗ്രഹം എല്ലാം കട്ടെടുത്തോണ്ട് പോയി. സ്തോത്രം. പക്ഷെ ദൈവം റെസ്റ്റോർ ചെയ്തു. 25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, സ്തോത്രം, തീരാറായപ്പോഴത്തേക്ക് ദൈവം എന്ത് ചെയ്തു? ഇവരെ സന്ദർശിച്ചു. ഹല്ലേലൂയ. ദൈവം ഇവരുടെ ഭവനത്തിൽ വന്ന് ഇവരെ സന്ദർശിച്ചിട്ട് വയസ്സായ അബ്രഹാമിനെയും സാറേയും യൗവനക്കാരാക്കി വെച്ചു. ഹല്ലേലൂയ. ദൈവം ഇവരെ വന്ന് കണ്ടിട്ട് ഇവർക്ക് വേണ്ടി സമയത്തിനെ മാറ്റിവെച്ചു, സമയപരിധിയെ മാറ്റിവെച്ചു. ഹല്ലേലൂയ. 25 വർഷക്കാലം കടന്നുപോയത് അറിയാൻ മേലാത്തതുപോലെ ഇവരെ ആക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ക്ലോക്കിനെ തിരിച്ചു വെച്ചു. ഹല്ലേലൂയ. 25 വർഷം മുമ്പ് ഇവരെങ്ങനെ ഇരുന്നു അതേപോലെ ഇവരെ ആക്കിയെടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അബിമേലെക്ക് രാജാവ് ഈ വയസ്സായ സാറയെ കണ്ടപ്പം വയസ്സിയാണെന്ന് മനസ്സിലായില്ല. യൗവനക്കാരിയാക്കി വെച്ചു ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് അബിമേലെക്കിന് സാറയെ ഇഷ്ടപ്പെട്ടത്. സമയത്തിനെ മാറ്റിവെക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ നഷ്ടപ്പെട്ടു പോയ സമയം, അല്ലെങ്കിൽ കടന്നുപോയല്ലോ, തീർന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയതിനെ മാറ്റിവെക്കുന്ന ദൈവം. ഹല്ലേലൂയ. സമയപരിധിക്ക് അപ്പുറം മാറ്റിവെക്കുന്ന ഒരു ദൈവം. നിങ്ങൾ പറയുന്നുണ്ടോ, അയ്യോ നഷ്ടപ്പെട്ടു പോയി, ഇനി എന്നാണോ ഇതൊക്കെ കിട്ടുന്നത്? എൻ്റെ ദൈവത്തിന് ആ നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ 100 ഇരട്ടി മടക്കി തരാൻ കഴിവുള്ളവന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയത്തില്
പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ആക്കേണ്ട നന്മ അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു അവരൊരിക്കലും അവര് ഇസഹാക്കിനെ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ അവരുടെ അയ്യോ ഞങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പോലും ചിന്തിച്ച് കാണത്തില്ല. ഹല്ലേലൂയ. തിരിച്ചു വരാം യോഹന്നാൻ സുവിശേഷം 21. യോഹന്നാൻ 21 മടങ്ങി വരുമ്പോ യേശു കർത്താവ് 21 യോഹന്നാൻ 21 മടങ്ങി വരുമ്പോ യേശു കർത്താവ് ഇവരിൽ നിന്ന് അകന്നുപോയി എന്നുള്ള തോന്നലില്ലാത്ത വണ്ണം ഇവരുടെ ജീവിതത്തിൽ ദൈവമാക്കിയെടുത്തു. എങ്ങനെയാണെന്നറിയോ? നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോ ഇവര് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഇവരുടെ നേതാവ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ മീൻ പിടിക്കാൻ പോവാ ഇനി വന്നോ എന്ന് പറഞ്ഞ് വിളിച്ച ഒരു പത്രോസ് ഉണ്ടല്ലോ, പത്രോസിനെ ചേർത്ത് പിടിച്ചിട്ട് കർത്താവ് ചോദിച്ചു, ഹല്ലേലൂയ, നിനക്ക് എന്നോട് ഇഷ്ടമാണോ? നിനക്ക് എന്നോട് ഇഷ്ടമാണോ? പറ പത്രോസേ, നിനക്ക് എന്നോട് ഇഷ്ടമാണോ? ഹല്ലേലൂയ. അവിടെ തള്ളിക്കളഞ്ഞില്ലേ? അവിടെ ഒരു 50 ദിവസത്തെ ഗ്യാപ്പ് വന്നില്ലേ? യേശു കർത്താവും കളഞ്ഞൊക്കെയുണ്ടല്ലോ, ഒരു ഗ്യാപ്പ് വന്നല്ലോ, ഒരു ഹൃദയത്തിനകത്ത് ഞാൻ ഇവനെ തള്ളി പറഞ്ഞല്ലോ, കുറ്റബോധം, അങ്ങനെ ഒരു അകൽച്ച വന്നല്ലോ. ആ അകൽച്ചയെ പോലും എൻ്റെ യേശു മാറ്റിവെച്ചു, സമയത്തിനെ തിരിച്ചു വെച്ചു. ഹല്ലേലൂയ. യേശു കർത്താവിനോട് മാറത്ത് കിടക്കുന്ന ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ച് ആ സമയമുണ്ടല്ലോ, ഹല്ലേലൂയ. അതിന്റെ മുമ്പൊക്കെ പത്രോസ് പറഞ്ഞില്ലേ, കർത്താവേ നീ മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. ആ സമയത്തിലേക്ക് പത്രോസിനെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം സമയത്തിനെയും നമ്മൾ ചെയ്തതിനെ എല്ലാം തിരിച്ചു വെച്ചിട്ട് ഒരിക്കലും ചിലതൊന്നും സംഭവിക്കാത്തതുപോലെ ആക്കി വെച്ചു. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു തളർച്ചയോ ഒരു തോൽവിയോ ഒരു തകർച്ചയോ ഉണ്ടായതിന്റെ മണം പോലും ഇല്ലാതെ ആക്കി വെച്ചു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് സകലതും റെസ്റ്റോർ ചെയ്തു, സകലതും യഥാസ്ഥാനപ്പെടുത്തി കൊടുത്തു, സകലതും അവർക്ക് മടക്കി കൊടുത്തു. ഹല്ലേലൂയ. പത്രോസിന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബഹുമാനം, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് അവസരം നൽകുന്ന ഒരു കർത്താവ് പത്രോസിന് വീണ്ടും അവസരം കൊടുത്തു, ശിഷ്യന്മാർക്ക് വീണ്ടും അവസരം കൊടുത്തു, അവരുടെ ജീവിതത്തിനകത്ത് വീണ്ടും ഒരു അധ്യായം എഴുതുവാൻ കർത്താവ് അവർക്ക് അവസരം കൊടുത്തു. ഹല്ലേലൂയ. അവര് പിടിച്ച മീനല്ല, ഹല്ലേലൂയ, അവരെ സ്വർഗീയ അപ്പവും സ്വർഗീയ മീനുമായിട്ട് അവരെ പോഷിപ്പിച്ചു. നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, സ്വർഗം എനിക്ക് വേണ്ടി ചില സ്രോതസ്സുകൾ തുറക്കുക. ഹല്ലേലൂയ. സ്വർഗം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾക്കകത്തേക്ക് ഞാൻ കേറുക. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കകത്തേക്ക് ഞാൻ കേറുക. ഇന്ന് വിളിച്ചു പറഞ്ഞ്, എൻ്റെ ജീവിതത്തിനകത്ത് കഴിഞ്ഞുപോയ സമയങ്ങളും കാലങ്ങളും ഒക്കെ മറികടത്തി എൻ്റെ ദൈവം ചിലതൊക്കെ പുതിയതാക്കി ചെയ്യുക. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, സ്തോത്രം. യേശു ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, വചനത്താൽ നിറയ്ക്കട്ടെ, യേശുവിൻ നാമത്തിൽ.